ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും മിറർ അഡ്ജസ്റ്റ്മെന്റും അതെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ 2000 എല്ലാം വരിക. 2021 മോഡൽ സെലീറിയോ VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. എത്ര കിട്ടും മൈലേജ്? 18-19 ഒരു റേഞ്ചിൽ കിട്ടും. നമ്മളിപ്പോൾ കേട്ടൊക്കെ കണ്ട പോലെ ആ സെഗ്മെന്റിൽ തന്നെ കിട്ടും. ഓക്കെ 1 ഇയർ വാറണ്ടി ബാലൻസ് ഉണ്ട്. ഒരു ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല? ക്ലെയിം ഒന്നുമില്ല. അങ്ങനെ മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. ഗ്രാൻഡ് പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ. എത്രയും എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ ഓട്ടോ വെഞ്ചർ നമ്മൾ വയനാടേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോ വെഞ്ചർ നമ്മൾ കാലിക്കറ്റിൽ 2 ഷോറൂം ചെയ്യുന്നുണ്ട്, പാവങ്ങാടും കൊടുവള്ളിയും. ഇന്ന് നമ്മൾ വയനാടാണുള്ളത്. അപ്പോൾ വയനാട് ഷോറൂമിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോസിൽ ഒരു 1,15,000 മുതൽ ഒരു 6.5 ലക്ഷം വരെയൊക്കെയുള്ള വണ്ടികളാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ തന്നെ ഒരു 12 വണ്ടിയോളം 5 ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നല്ല അടിപൊളി റേറ്റുള്ള വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താൻ അഖിലിനെ സ്വാഗതം ചെയ്യാം. അഖിലെ സ്വാഗതം. സുഖല്ലേ? സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് കൊടുവള്ളിയൊക്കെ ചെയ്തപ്പോൾ? നല്ല റെസ്പോൺസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോ ആയിട്ട് നമുക്ക് അറിയാലോ, കുറച്ച് പ്രൈസൊക്കെ നമ്മൾ അത്രയും ഒന്ന് വണ്ടി നിൽക്കുന്നില്ല, അതാ ഇപ്പോൾ പ്രശ്നം. വണ്ടി സ്റ്റോക്ക് നിൽക്കുന്നില്ല. അതെ, സ്റ്റോക്ക് ഇപ്പോൾ നമ്മളടുത്ത് കുറേ ഉണ്ട്. ഏകദേശം ഒരു 100 വണ്ടിയോളം നമുക്ക് 3 ബ്രാഞ്ച് കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ഇത് എവിടെയായിരുന്നു കറക്റ്റ് ലൊക്കേഷൻ? കറക്റ്റ് പറയുകയാണെങ്കിൽ കൽപ്പറ്റ കൈനാട്ടിയിലാണ്. അതായത് നാഷണൽ ഹൈവേ 66 നമ്മളെ മൈസൂരേക്ക് പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ. ഒന്നുമില്ല, റോയൽ ക്രൗൺ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അതിന്റെ തൊട്ട് സൈഡ് അല്ല അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിന് തൊട്ട് സൈഡിൽ തന്നെയാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾ കോഴിക്കോട് നിന്ന് എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് എത്തിച്ചേരും അല്ലേ? എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം, ഏത് ഭാഗത്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് വാഹനങ്ങൾ കാണിക്കണോ, അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും വീഡിയോയിലോട്ട് വാ. നമ്മുടെ ആദ്യ വാഹനം ടാറ്റ അൾട്രോസ്. സേഫ്റ്റി വരുന്ന വാഹനമാണ്, 5 സ്റ്റാർ റേറ്റിംഗ്. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് അതിലെ? ഇത് വരുന്നത് 2020 മോഡൽ XM എന്ന് പറഞ്ഞ വേരിയൻ്റ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുന്ന. അതെ, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, AC സ്റ്റിയറിംഗ് എല്ലാം ഉണ്ടാവും. അത് പിന്നെ കോമൺ ആണല്ലോ, അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, 20 എത്ര കിലോമീറ്റർ ഓടി? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല, ഒരു ക്ലെയിമില്ല അല്ല? ഇല്ല. നല്ലൊരു വാഹനം. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് നെറ്റായിട്ട് നമുക്കൊരു 4,40,000 രൂപയ്ക്ക് കൊടുക്കാം. 4,45,000 ഒരു അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 മോഡൽ XM സെക്കൻഡ് ഓപ്ഷൻ വാഹനമാണ്. 4 ലക്ഷം വരെയൊക്കെ ലോൺ ചാൻസ് ഉണ്ട്. ലോൺ 4 ലക്ഷം കിട്ടും, ചാൻസ് ഉണ്ട്, എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല സിവിൽ സ്കോർ ഒന്നും കുഴപ്പമില്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ റേറ്റ് എങ്ങനെ ഫൈനലാണോ? അതോ നമ്മൾ ഓൾമോസ്റ്റ് അത് ഫൈനലാക്കിയിട്ടുള്ള റേറ്റ് ആണ്. നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയൊരു മാറ്റം ഉണ്ടാവില്ല. ഒരു 10,000 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് പ്രീമിയം ഹാച്ച് ബാക്ക് തന്നെ ഹോണ്ടയുടെ ജാസ് ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2016 മോഡൽ ഹോണ്ട ജാസ് SV എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. SV S-ന്റെ മേലെ വരുന്നു. അതെ. ഓക്കെ, ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും മിറർ അഡ്ജസ്റ്റ്മെന്റും അതെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, 2000 എല്ലാം വരിക. 2000 എല്ലാ സാധനങ്ങളും വരുന്നു. 17 പറഞ്ഞേ? 2016 മോഡൽ. സോറി 16. ഓക്കെ, കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളാ? പെട്രോൾ വണ്ടിയാണ്, സെക്കൻഡ് ഓൺഷിപ്പ്. പെട്രോൾ മാനുവൽ 63,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ആ ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, വർഷത്തിൽ 10,000 പോലും ഓടിയിട്ടില്ല, അങ്ങനത്തെ വണ്ടിയാണ്. അപ്പോൾ പിന്നെ പെട്രോൾ എഞ്ചിനാണ്. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഒരു വണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ പ്രൈസ് ഇരിക്കുന്നത് 4,15,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 4,15,000 2016 SV മാനുവൽ ഹോണ്ട ജാസ് പെട്രോൾ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 3.25 ലോൺ തരും. 3.80 ലോൺ എന്തായാലും കയറും. അത്യാവശ്യം കണ്ടിറക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒരു ചെറിയൊരു 10,000-30,000 രൂപ കണ്ടില്ല ഇറക്കാം. നല്ല ഇത്രയും വലിയൊരു സ്പേസും ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടി ഇത്രയും ചെറിയ പൈസ. അടുത്ത വണ്ടി, അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെന്റ് ഡസ്റ്റർ ആണ്, റിനോ ഡസ്റ്റർ. ഇത് 85 ആണോ? 85. ഓക്കെ, അപ്പോൾ എന്താ മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസ് വലിയ പേടിക്കണ്ട. അതെ, പണ്ടിൻ്റെ പോലെ മെയിൻ്റെനൻസ് വരില്ല.
18-19 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 18-19 റേഞ്ച് എന്തായാലും കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ RXS ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ, RX-ന്റെ തൊട്ട് താഴെ. ഓക്കെ, 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനങ്ങൾ. 1 lakhന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 84,000, 18 മോഡലാണ്. ഓക്കെ, സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 6,35,000 രൂപയ്ക്ക് കൊടുക്കാം. 6,35,000 2018, 85,000 കിലോമീറ്റർ ഓടിയ 85 PS ഡസ്റ്റർ. എത്രയാണ് ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് ഓണറായിട്ട്, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോണ് ഒരു 5.25 റേഞ്ചൊക്കെ ആരോ 5.25, 5.5 റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കിട്ടും, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് തന്നെയാണ്, ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടിയിൽ അടുത്തത് ഹോണ്ട വണ്ടിയാണ്. നേരത്തെ നമ്മൾ ജാസ് കണ്ടില്ലേ, അതിൻ്റെ ഒരു വലിയ സൈസാണ് WRV. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ, സൺറൂഫ്, എല്ലാ സാധനങ്ങളും വരുന്ന അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, സാധാ ഗിയർ വരെ. ഏതാ ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, സാധാ ഗിയർ ബട്ടൺ ഇതിൽ വരും. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് ഹോണ്ട WRV VX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. VX അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, 18 മോഡലില് പെട്രോൾ വണ്ടി. പെട്രോൾ. അന്ന് ഡീസൽ ഉണ്ടായിരുന്നോ ഹോണ്ട? 18 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. പിന്നെ ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്, 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18 33,000. എത്രയാണ്? ഏകദേശം 7 വർഷം കൊണ്ടാണ് 33,000. അതെ, വർഷത്തിൽ ഒന്നുമില്ല, ഒന്നും ഓടിയിട്ടില്ല പറയാൻ. 5,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ല. അതെ, ഓക്കെ, 5,000 താഴെ. 5,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. മൈലേജും ഏകദേശം ഒരു 15-15 ഉള്ളിലൊക്കെ ആയിട്ട് ഒരു മൈലേജ് മൈലേജ് കിട്ടും. ഹോണ്ട പെട്രോൾ ആ ഒരു മൈലേജ് ആവറേജ് എല്ലാത്തിനും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാബിൻ സൈസും വലുതാണല്ലോ. ക്യാബിൻ സൈസും വലുതാണ്. നല്ല കംഫർട്ട് ഓടിക്സ് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി, അത്രയും ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 6,55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് അല്ലേ? 6,55,000 2018 വെറും 33,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ VX WRV ആണ്. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. ലോൺ ഒരു 6 ലക്ഷം വരെ കയറൂല്ലേ? 6 ലക്ഷം വരെ എന്തായാലും ലോൺ കയറും. ഓക്കെ, അടുത്തോണ്ട് ടിയാഗോ ചെറിയൊരു സെഗ്മെന്റിലേക്ക് എത്തി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല് XZ ആണ് വരുന്നത്. അന്നത്തെ ടോപ്പ് എൻ്റെ വേരിയന്റ്. അതെ. ഓക്കെ, 2017 XZ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. കുറഞ്ഞ ഓട്ടം തന്നെ. അതെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ടുള്ള ക്ലെയിമും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. മാനുവലാണ് വാഹനം. XZ മാനുവലാണ്. 2017 നോർമൽ ഓട്ടം തന്നെ. നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. പുതിയ ടയേഴ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാകുമ്പോൾ ഒരു 13-17 റേഞ്ച് മൈലേജും കിട്ടും അല്ലേ? അതെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമുക്ക് നെറ്റായിട്ട് ഒരു 3,45,000 രൂപയ്ക്ക് കൊടുക്കാം. 3,45,000 നെറ്റ് റേറ്റ് ആണ്. നെഗോസിയേഷനില്ല. 3,45,000 2017 XZ ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ടിയാഗോ മാനുവൽ. ഓക്കെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? നമുക്കൊരു 90% വരെ എന്തായാലും കൊടുക്കാം. ഒരു വാല്യൂഷൻ കിട്ടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു 3,60, 3,70 വാല്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് ആൾട്ടോ കേട്ടനാണ് അടുത്ത വാഹനം. KL53 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ VXI ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി, 18 മോഡൽ. VXI ഓപ്ഷനിലാട്ടോ, ഒരു 1 സൈഡ് എയർ ബാഗ് വരുന്ന മോഡലാണ്. ഓക്കെ, ഓപ്ഷനില്ല, ഏറ്റവും ടോപ്പിൻ്റെ. അതെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് ആകെ 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അടുത്ത ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 1000 cc ആണ് വരിക. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 15-18 റേഞ്ചൊക്കെ ആ റേഞ്ചിൽ മൈലേജ് TMT ആയതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മൈലേജും ഓട്ടോമാറ്റിക്കും ഒരു ചെറിയ സെഗ്മെന്റും എല്ലാം കൂടി നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നെറ്റായിട്ട് നമുക്കൊരു 3,50,000 രൂപയ്ക്ക് ഏറ്റവും ഫൈനൽ പ്രൈസ് ആയിട്ട് കൊടുക്കാം. 3.5 ലക്ഷത്തിന് 2018 VXI ഓപ്ഷണൽ ഓട്ടോമാറ്റിക് അൾട്ടോ കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല അടിപൊളി ഒരു വണ്ടി. ഒരു ക്ലെയിമും കാര്യം ഒന്നുമില്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല. നല്ല നീറ്റ് കളറും. ഓക്കെ, ഒരു 3 lakh ലോൺ വരുമോ? 3 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ലോൺ കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായ് ഇയോൺ ആണ് അടുത്ത വാഹനം. 800 cc വണ്ടി അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡലാണ് വരുന്നത്. 18 മോഡൽ ഇറ പ്ലസ് AC, പവർ സ്റ്റിയറിംഗ്, 2 door പവർ വിൻഡോ. അതാണ്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ? സെൻട്രൽ ലോക്ക് ഇത് അഡീഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സ്റ്റീരിയോ ഉണ്ട് അല്ലേ? സ്റ്റീരിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ ഓണർഷിപ്പ് എല്ലാം പറഞ്ഞു. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് ഇത്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 2018 മോഡൽ. 18 80,000 ഓട്ടം പോയിട്ടുണ്ടല്ലോ. അത് കുറച്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, 0 ക്ലെയിമാണ്.
ചെറിയ ടച്ചപ്പ് പെയിന്റിംഗ് ഉണ്ടാവും, അല്ല റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഒരു ഇറ പ്ലസ് ഇയോൺ ആണ് 2018 മോഡല്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ടൊരു 2,40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2,40,000 2018 ഇറ പ്ലസ് ഇയോൺ. ഇതിൻ്റെ ഒരു സാധനയുടെ വൈപ്പറാണ് നമ്മൾ റിപ്പയറിന് കൊടുത്താണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു 2 lakh വരെ ലോണും കയറുമോ? 2 lakh വരെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ന്യൂ ഷേപ്പ് സെലറിയോ, മൈലേജിൻ്റെ രാജകുമാരൻ അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡല് സെലീറിയോ VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. എത്ര കിട്ടും മൈലേജ്? 18-19 ഒരു റേഞ്ചിൽ കിട്ടും. നമ്മളിപ്പോൾ കേട്ടൊക്കെ കണ്ട പോലെ സെഗ്മെന്റിൽ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 40,000 അല്ലേ? അതെ. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിം ഒന്നും ഇല്ല. 2021 മോഡലാണ്, 22-ലാണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ 22 ആണ് അല്ലേ? ഓക്കെ. 0 ക്ലെയിം വാഹനമാണ്. VXi ഓട്ടോമാറ്റിക് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക്, AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ. ടയർ ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. 70-75% ഒക്കെ ഉണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് നെറ്റായിട്ട് ഒരു 4,90 കൊടുക്കാൻ പറ്റും. 21 മോഡൽ 22 രജിസ്ട്രേഷൻ സെലേറിയോ VXi ഓട്ടോമാറ്റിക് 4,90. ഓക്കെ. ഒരു 4 വരെയൊക്കെ ലോണും കയറും. 10-40,000 രൂപ വേണ്ടാൽ ഇറക്കാൻ പറ്റിയ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതൊരു ബ്ലൂ കളർ i10 ഗ്രാൻഡ് ആണ്. ഗ്രാൻഡിൽ അങ്ങനെ കാണാത്തൊരു കളറാണ്. അതെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് ഗ്രാൻഡ് i10 സ്പോർട്സ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ, മിറർ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. ഡിഫോഗർ ലൈൻ വരും. മിറർ ഇൻഡിക്കേറ്റേഴ്സ് അല്ല, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. ഡിഫോഗർ ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 17 മോഡൽ 2017 മോഡലാണ്. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 lakh കിലോമീറ്റർ. സർവീസ് ഉണ്ടോ? സർവീസ് ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞതാണ്. പുതിയ 4 ടയർ പുതിയതുണ്ട്, പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഓക്കെ. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. പാർട്ടിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. വണ്ടി മെക്കാനിക് പിന്നെ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, സിറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഫിറ്റിംഗ്സ് എല്ലാം കയറി. 17 മോഡൽ സ്പോർട്സ് ആണ്. 1 lakh കിലോമീറ്റർ ഓടിയ വാഹനം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 3,10,000 രൂപയ്ക്ക് നെറ്റാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. 17 സ്പോർട്സ് 3,10 നിങ്ങൾക്ക് ഈ ഒരു i10 ഗ്രാൻഡ് കൊണ്ടുപോകാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫുൾ ലോൺ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് അത്യാവശ്യം ട്രാക്കൊക്കെ കസ്റ്റമറിന് ഒരു ഫുൾ ലോൺ തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ചാൻസ് ഉണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇതിനൊരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ആ റേഞ്ചിലാണ്. ഗ്രാൻഡ് ഐറ്റം പൊതുവെ അറിയാലോ, പെട്രോൾ വണ്ടികളെല്ലാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു വാഗണറാണ്. വാഗണറിന്റെ സെക്കൻഡ് ഷേപ്പ് അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ വാഗണർ LXi ആണ് വരുന്നത്. ഓക്കെ. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കാറ്. അത് ജെനുവിൻ പറയാൻ പറ്റുമോ? ആ ജെനുവിനാണ്. നമ്മൾ ഒരു വിശ്വാസമുള്ള ട്രസ്റ്റുള്ള ആളിൽ തന്നെ എടുത്തതാ, അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ മേജറായിട്ടുള്ള ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. വർക്കിംഗ് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ് ഉള്ള രണ്ട് വർക്കിംഗ്. ഓക്കെ. അത് മതി. വേറെ ഒന്നുമില്ല, പറവിൻ്റെ വരില്ല. അപ്പോൾ അതിലുണ്ട് വർക്കാണ്. തണുപ്പെല്ലാം ഉണ്ട്. പേപ്പർ ഹൗസ് എന്താ ഇപ്പോൾ? പുതിയ പേപ്പർ എടുത്താ? അത് ശരി. 2029 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനിയൊരു 4 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട, എടുത്തിട്ട് ഓടിക്കാം. എത്രയാണ് ചോദിക്കുന്നത്? നമുക്കൊരു 1,15,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഇതാ നമ്മുടെ തുടക്കം പറഞ്ഞത്. അതെ. 1,15,000 രൂപയ്ക്ക് ഈ ഒരു വാഗണർ, 29 വരെ പേപ്പറുള്ള ഈ ഒരു വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. പെട്രോൾ അടിക്കുക, ഓടിക്കുക. അതെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വേറെ പെയിന്റിംഗ് ഒന്നും ചെയ്യാനൊന്നുമില്ല. എവിടുന്ന് വണ്ടി എടുത്താലും ഒരു ജനറൽ സർവീസ് അങ്ങ് ചെയ്തേക്കാം. ഷോറൂമാർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓയിൽ സർവീസ്, ഒരു എന്താ പറയുക, അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് എന്തായാലും ചെയ്യേണ്ടി വരും. അത് ചെയ്തിട്ട് വണ്ടി എടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. i10 നിയോസ് ആണ് അടുത്ത വാഹനം. KL 77 രജിസ്ട്രേഷൻ, പേരാമ്പ്ര. അതെ, കോഴിക്കോടില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് നിയോസ് മാഗ്ന കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. മാഗ്ന കോർപ്പറേറ്റ് എഡിഷൻ അല്ലേ? അതെ. ഓക്കെ. ഈ മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നതായിരിക്കും. മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരും, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഓൾറെഡി മാഗ്നയിൽ ഉണ്ടാവും. അതെ. പവർ വിൻഡോസ്, മിറേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഒക്കെ വരും. ഓക്കെ. വാറണ്ടി എക്സ്റ്റെൻഡ് ഒന്നും ചെയ്തിട്ടുള്ള കഴിഞ്ഞില്ല മൊത്തം? ഇല്ല, വാറണ്ടി ഉണ്ട്. 1 year വാറണ്ടി കിട്ടുന്നുണ്ട്. അതിന് കിട്ടുന്നുണ്ട്. കമ്പനി വാറണ്ടി 1 year വാറണ്ടി കൂടി ഉണ്ട്. ഓക്കെ. 1 year വാറണ്ടി ബാലൻസ് ഉണ്ട്. ഒരു ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. അങ്ങനെ മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. ഗ്രാൻഡ് പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ. എത്രയാണ് ഇപ്പോൾ? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 4,95,000 രൂപ കൊടുക്കാം.
495 2022 മോഡൽ മാഗ്ന കോർപ്പറേറ്റ് എഡിഷൻ ഈ ഒരു i10 നിയോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? 90% കൊടുക്കാം. കയറുള്ളൂ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ വർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഫൈനൽ റേറ്റ്? റേറ്റ് ഒക്കെ ഫൈനൽ ഓൾമോസ്റ്റ് ഫൈനൽ. പുതിയ ബമ്പർ ടോമ്പർ ഇൻഷുറൻസ് ഇപ്പോൾ റീസെന്റ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് i20, പഴയ ഷേപ്പ് i20 ആണ്. അഖിലെ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്ന i20 സ്പോർട്സ് ഡീസൽ വണ്ടിയാണ്. ഡീസൽ. ഓക്കെ, മൈലേജ് തന്നെ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ സ്പോർട്സ് എന്ന് വെച്ചാൽ ആസ്റ്റന്റെ തൊട്ട് താഴെ, ടോപ്പിന്റെ തൊട്ട് താഴെ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ്സ് ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ചെറിയ എന്തോ മാറ്റേ ഉള്ളൂ അന്നത്തെ. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, DRL ഉണ്ട്, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മേജർ? ഇല്ല, അങ്ങനെ മേജർ ക്ലെയിംസും കാര്യങ്ങളൊന്നും. ഓട്ടോ എത്ര പോയത്? 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,20,000. സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസാണ്. പിന്നെ കറക്റ്റ് എല്ലാ കമ്പനി സർവീസ് ആയിരിക്കില്ല, പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു ഡീസൽ വാഹനം തപ്പി കിടക്കേണ്ടത് എടുക്കാം. മേജർ കഴിഞ്ഞോ? ടൈം എഞ്ചിനൊക്കെ മാറി അങ്ങനത്തെ? അതിനിപ്പോൾ നിലവിൽ അങ്ങനത്തെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. 1,00,000 കിലോമീറ്റർ 80 ടോന്നിലാണല്ലോ നോർമലി മാറാറ്. അപ്പോൾ നിലവിൽ അങ്ങനത്തെ സൗണ്ടൊന്നും ഇല്ല. ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റാക്കിയിട്ട് 2,95,000 രൂപയ്ക്ക് കൊടുക്കാം. 13 മോഡൽ, 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ, ഡീസൽ i20 ആണ്, സ്പോർട്സ് ഓപ്ഷൻ. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? എന്നാലും ഒരു 80 to 90% വരെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? വീണ്ടും ഹ്യുണ്ടായി ഫാമിലി തന്നെ, ഹ്യുണ്ടായി i10 ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ i10 സ്പോർട്സ് ആയിരുന്നു. സ്പോർട്സ് ടോപ്പിന്റെ താഴെ തന്നെ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ് വരില്ല, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 1,13,000 കിലോമീറ്റർ. 1,13. പെട്രോൾ വണ്ടിയാണ്, വേറെ പണിയൊന്നും വരില്ല അല്ലേ? അതെ, വേറെ വർക്കിംഗ് അല്ലേ? എല്ലാ സാധനവും വർക്കിംഗ്. പവർ വിൻഡോസ്, AC ഒക്കെ വർക്കിംഗ് അല്ലേ? 4 AC, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ, പറയാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം വർക്കിംഗ് ആണ്. മേജർ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, മേജർ ആയിട്ടുള്ള ക്ലെയിമൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ഗ്രാൻഡിനെ പോലെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി മൈലേജ് കുറവാന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടി ഒരു 12 13 റേഞ്ചിലൊക്കെ നോർമൽ കിട്ടുക. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 1,20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,20,000 2011 സ്പോർട്സ് ഓപ്ഷൻ ഈ ഒരു i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ഫുൾ ഏകദേശം നമുക്ക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ് അല്ലേ? താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ കിട്ടുമോ ഇതിന്? ഫിനാൻസ് കിട്ടാതെ 1-2 ഫിനാൻസ് ചെയ്യുന്നുണ്ട്. മേജർ ബാങ്ക് അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല? ഉണ്ട്, ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ബാങ്ക് ശ്രീറാം, ചോളൊക്കെ ചെയ്യുന്നുണ്ട്. 17 വർഷം വരെയുള്ള കാറുകൾക്ക് ഇപ്പോൾ ചോള ചെയ്യുന്നുണ്ട്, ലോൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പഴക്കം കൊണ്ട് ചോദിച്ചാണ്. ഓക്കെ, അടുത്ത വണ്ടിയിൽ നമ്മുടെ അടുത്ത വാഹനം ഇതൊന്നല്ലേ, ഇതാ ബൈക്കാണ്. അതെ, ഒരു ബൈക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് എക്സ്ചേഞ്ചിൽ വന്ന ബൈക്കാണ്? എക്സ്ചേഞ്ചിൽ വന്ന. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പൾസർ 150 ആണ്. ഏതാ മോഡല്? ഇത് 2018 മോഡൽ 150. ഓക്കെ, 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 73 ഒരു ടൈപ്പ്. അതെ. ഓക്കെ, എന്തെങ്കിലും മാറ പിടിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ? അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ടയർ പിന്നെ എന്തായാലും മാറില്ല. ടാങ്ക് ലീക്ക് വന്നിട്ട് മാറുന്ന ബജാജിലുള്ള ഒരു പ്രശ്നമാണ്, ലീക്ക്. അവിടെ വെച്ചത്. ഓക്കെ, എന്തായാലും ഒരു ബൈക്ക് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ 18 മോഡൽ പൾസറാണ്, 73,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പണിയൊന്നും ഇപ്പോൾ ഒന്നുമില്ല, ചെയ്യാനില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമുക്ക് ഒരു 48,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 48,000. ഓക്കെ, 48,000 2018 73,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓൺഷിപ്പാണ്? സെക്കൻഡ് ഓൺഷിപ്പ്. ഈ ഒരു പൾസർ 150 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആരെങ്കിലും ബൈക്ക് നോക്കി കിടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു നല്ല വണ്ടി അല്ലേ? അതെ, അത്യാവശ്യം മൈലേജും കിട്ടും. അതെ, പിന്നെ നമ്മൾ ബൈക്കും എക്സ്ചേഞ്ച് ചെയ്യലുണ്ട് ഇവിടെ. അതെ, എക്സ്ചേഞ്ച് മറന്നുകൊണ്ട. നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുവന്നിട്ട് കാറും കൊണ്ടുപോകാം. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓട്ടോ വെഞ്ചറിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വയനാട് ജില്ലയിൽ കൽപ്പറ്റ അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൽപ്പറ്റ കൈനാട്ടിയിൽ അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട്. അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വിളിച്ചോളൂ. ബാക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം. അഖിലെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.